നമസ്കാരം. ഭാരത് ലൈവിലേക്ക് സ്വാഗതം. നമസ്കാരം. നമസ്കാരം പ്രശാന്ത്. കഴിഞ്ഞ വർഷം നമ്മുടെ കേന്ദ്രത്തിൻ്റെ കടമെടുപ്പ് പരിധി ഉയർത്താത്തതിലും കിട്ടേണ്ട ധനസഹായം കിട്ടാത്തതിലും പ്രതിഷേധിച്ച് നമ്മുടെ മന്ത്രിമാരും അന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയനൊക്കെ ഡൽഹിയിൽ ജന്തർ മന്ദറിൽ പോയി സത്യാഗ്രഹം ഇരുന്നു. ഇവിടുന്ന് പ്രതിപക്ഷം പോയില്ല, കാരണം പ്രതിപക്ഷം അത് നിസ്സഹരിച്ചു വന്നു. അന്ന് കോൺഗ്രസ് യു ഡി എഫ് നിസ്സഹരിച്ചു. പക്ഷെ അന്ന് പിണറായി വിജയൻ പോയി. അതേ മാതൃക പിന്തുടർന്ന് ഇപ്പോൾ ഡൽഹിയിൽ നടന്ന ആ ഒരു പ്രധാനമന്ത്രി വസതിക്ക് മുന്നിലെ ആ ഒരു കോൺഗ്രസ് എം പിമാരുടെ ആ ഒരു കുത്തിയിരിപ്പ് സമരത്തിൽ, സത്യാഗ്രഹ പ്രതിഷേധത്തിൽ നമ്മുടെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി വി ഡി സതീശൻ, മന്ത്രി പി സി വിശ്വനാഥ് രണ്ടുപേരും പങ്കെടുത്തു. കടുത്ത നിയമലംഘനമാണോ അതോ ഈ ഇങ്ങനെ പങ്കെടുക്കുന്ന സംസ്ഥാന മുഖ്യമന്ത്രിമാർ കേന്ദ്രത്തിനെതിരെ ഇപ്പോൾ ഈ പ്രതിഷേധിക്കുന്ന മുഖ്യമന്ത്രിക്ക് അങ്ങനെ പ്രതിഷേധിക്കാനുള്ള എന്തെങ്കിലും വകുപ്പുണ്ടോ, അവർക്ക് അതിനുള്ള ഇളവുണ്ടോ, അതോ ഭരണഘടനാ വിരുദ്ധമാണോ, ഇവർക്കെതിരെ UAPA ചുമത്തുമോ? ഇതൊക്കെയാണ് ഇപ്പോൾ പല കോണുകളിൽ നിന്നും ഉയരുന്ന ചോദ്യങ്ങൾ. സോഷ്യൽ മീഡിയയിലൊക്കെ ഇപ്പോഴും ആ ചോദ്യങ്ങൾ ഇങ്ങനെ ഉയർന്നുകൊണ്ടിരിക്കുന്നു. മുഖ്യമന്ത്രി വി ഡി സതീശൻ വളരെ മനസ്സില്ലാ മനസ്സോടെ അവിടെ ഇരുന്നു. കാരണം അദ്ദേഹം പിറ്റേന്ന് രാത്രിത്തെ ഫ്ലൈറ്റിൽ തന്നെ അദ്ദേഹം തിരിച്ച് കേരളത്തിലേക്ക് വരികയായിരുന്നു. മല്ലികാർജുൻ ഖാർഗെയുടെ പിറന്നാൾ ആഘോഷിക്കാൻ വേണ്ടി, ആ ജന്മദിനത്തിൽ ആശംസ അറിയിക്കാൻ വേണ്ടി ചെന്നതാണ് മുഖ്യമന്ത്രി. കന്നഡ മുഖ്യമന്ത്രി DK ശിവകുമാറും ഒപ്പമുണ്ടായിരുന്നു. ശരിക്കും ഇതിൻ്റെ ഒരു നിയമപരമായ എന്തെങ്കിലും തടസ്സമുണ്ടോ ഇവർക്ക് ഇങ്ങനെ പോയി ഇരിക്കുന്നതിന്? ഞാൻ ഈ നിയമപരമായ കാര്യങ്ങൾ സംസാരിക്കുന്നതിന് മുമ്പ് അതിനകത്തൊരു രാഷ്ട്രീയം പറയാം. അത് എങ്ങനെയാണെന്നുള്ളത് ഈ നിയമപരമായ കാര്യങ്ങൾ സംസാരിച്ച് വരുമ്പോൾ മനസ്സിലാകും, പ്രേക്ഷകർക്കും അത് മനസ്സിലാകും. അതായത് ഭാവിയിലെ ഹിമന്ത ബിശ്വ ശർമ്മമാരാണ് വി ഡി സതീശനും DK ശിവകുമാറും. ഈ രണ്ട് മുഖ്യമന്ത്രിമാരെയും കോൺഗ്രസ് തന്നെ, പ്രത്യേകിച്ചും സോണിയ കുടുംബം, രാഹുൽ, പ്രിയങ്ക, ഇവർ തള്ളി BJPയിലേക്ക് കൊണ്ടു ചേർക്കും. ഈ രണ്ടുപേരെയും BJPയിൽ ചേരാൻ ഇവർ നിർബന്ധിതരാക്കും. എനിക്കതിൻ്റെ രാഷ്ട്രീയം പോകുന്നത് കണ്ടിട്ട് അങ്ങനെയാണ് തോന്നുന്നത്. ഹിമന്ത ബിശ്വ ശർമ്മ അങ്ങനെയാണ്. ഹിമന്തയെ അവിടെ നിന്ന് അടിച്ച് ഓടിച്ച് നേരെ BJP കൂടാരത്തെ കൊണ്ട് കയറ്റിക്കൊടുത്തത് കോൺഗ്രസ്സാണ്. പുകച്ചു പുറത്തെ അടിച്ച് കോൺഗ്രസ്സാണ്. ഇവിടെയും അതുപോലെയാണ് ഈ വിഷയത്തിൽ. ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ, ഇപ്പോൾ താങ്കൾ പറഞ്ഞു പിണറായി വിജയൻ പോയി സമരം ചെയ്തില്ലേ, അത് പിന്നെ കേസൊന്നും എടുത്തില്ലല്ലോ എന്നൊരു ന്യായമായ സംശയം ചോദിച്ചു. ശരിയാണ്, പിണറായി വിജയൻ എവിടെയാണ് പോയി സമരം ചെയ്തത്? ജന്തർ മന്ദറിലാണ്, പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുന്നിലല്ല. ഇനി പിണറായി വിജയൻ അങ്ങനെ പ്രതിഷേധിക്കുന്നത് സത്യത്തിൽ തെറ്റാണ്. നിയമം അനുസരിച്ച് ഞാൻ ആ നിയമം, ഏത് മുഖ്യമന്ത്രി, ഇപ്പോൾ പിണറായി ആയാലും വി ഡി സതീശനായാലും നരേന്ദ്രമോദി ഗുജറാത്ത് മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴും ഒക്കെ കേന്ദ്രത്തിൽ കേന്ദ്ര സർക്കാരിനെതിരെ വിരുദ്ധ രാഷ്ട്രീയ ചേരികളിലാണ് എന്ന് പറഞ്ഞ് സമരം ചെയ്യാൻ പാടുള്ളതല്ല എന്നാണ് നമ്മുടെ നിയമത്തിൻ്റെ ഇഴകൾ തലനാഴിഴ കീറി പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകുന്നത്. ഞാനതിൻ്റെ ഇത് പറയാം. കുറച്ച് സാങ്കേതികത്വമുണ്ട്, എങ്കിലും ഞാനത് പരമാവധി ലളിതമായിട്ട് വിവരിക്കാം. നമ്മുടെ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 164(3) അത് പ്രകാരവും ഈ MP, മെമ്പർ ഓഫ് പാർലമെൻറ്റ്, പ്രതിപക്ഷ നേതാവ് തുടങ്ങിയ പദവികളുണ്ടല്ലോ, അവിടെ അത് ആർട്ടിക്കിൾ 99 പ്രകാരവും. ഇപ്പോൾ ഇവർ രണ്ടുപേരും സത്യപ്രതിജ്ഞ ചെയ്യുന്നത് രണ്ട് തരത്തിലാണ്. ഒന്ന്, മന്ത്രിമാരൊക്കെ സത്യപ്രതിജ്ഞ ചെയ്യുന്നതും, ഒരാൾ MP ആയിട്ട് വരുന്നത്, പ്രതിപക്ഷ നേതാവായിട്ട് ചുമതലയേൽക്കുന്നതൊക്കെ ചെറിയ ചെറിയ ഈ ഭരണഘടനയിലെ വകുപ്പുകൾ അനുസരിച്ചൊക്കെ ചില വ്യത്യാസങ്ങളുണ്ട്. അതിലവർ പൊതുവെ പറയുന്നത് ഭരണഘടനയോട് നീതി പുലർത്തും. നമ്മുടെ തിരഞ്ഞെടുക്കപ്പെടുന്ന ജനപ്രതിനിധികൾ മുഴുവനും ഭരണഘടനയോട് നീതി പുലർത്തും എന്ന് പറഞ്ഞാണ് സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. ഇനി നിയമം അനുസരിക്കും. നമ്മൾ നിയമവാഴ്ചയുള്ളൊരു രാജ്യമാണ്. നിയമമാണ് ഈ രാജ്യത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്, നയിക്കുന്നത്. അപ്പോൾ ആ നിയമം ഞാൻ പരിപൂർണമായിട്ട് അനുസരിക്കും. നിയമലംഘനം നടത്തിയാലാണല്ലോ നമ്മളെ പിടിച്ചകത്തിടുന്നത്. നമുക്ക് എന്താ പ്രശ്നം? നമ്മൾ നിയമം അനുസരിക്കുന്നവരാണെങ്കിൽ കൈയും വീശി നടക്കാം, സ്വാതന്ത്ര്യമുണ്ട് നമുക്ക്, അല്ലേ? പക്ഷെ നമ്മൾ നിയമം ലംഘിക്കുമ്പോഴാണ് നമ്മളെ പിടിച്ചകത്തിടുന്നത്. അപ്പോൾ ഇങ്ങനെ ജനപ്രതിനിധികളായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട് വരുന്നവർ, ഔദ്യോഗികമായി മന്ത്രിസഭയിലും മന്ത്രിസഭയുടെ ഭാഗമാകുന്നവർ ഒക്കെ നിയമം അനുസരിക്കും എന്ന് അങ്ങോട്ട് ഉറപ്പ് കൊടുക്കുകയാണ്. അങ്ങനെ ഉറപ്പ് കൊടുത്തിട്ടാണ്
അവർ അധികാരത്തിൽ കയറുന്നത്. അതായത് നിരോധനാജ്ഞയുള്ള അതീവ സുരക്ഷാ മേഖലയിൽ അറിഞ്ഞുകൊണ്ട് നിയമം ലംഘിക്കുന്നതിന് അവർ തയ്യാറായിരിക്കുന്നു എന്നല്ലേ ഈ സംഭവം തെളിയിക്കുന്നു. പ്രധാനമന്ത്രിയുടെ വീട്ടിന് മുന്നിൽ അതിസുരക്ഷാ മേഖല മറികടന്ന് ഭേദിച്ച് ചെന്നതാണ് ഈ പ്രശ്നം. ഇനിയുണ്ട്, തീർന്നില്ല. ഇവർ ഭരണഘടന സംരക്ഷിക്കും എന്നും കൂടി സത്യപ്രതിജ്ഞ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഭരണഘടനയുടെ സംരക്ഷണത്തെ അട്ടിമറിക്കുന്ന ഒരു നീക്കമല്ലേ ഇപ്പോൾ നടന്നിരിക്കുന്നത്. ഇനിയും തീർന്നില്ല, ഇനിയുണ്ട്. ഈ പ്രധാനമന്ത്രിയുടെ വസതി, ഇപ്പോൾ പ്രധാനമന്ത്രിക്ക് നാളെ രാവിലെ എണീറ്റ് പുള്ളിക്ക് തോന്നുകയാണ് നമ്മുടെ തിരുവനന്തപുരത്ത് വന്ന് തിരുവനന്തപുരത്ത് മ്യൂസിയത്ത് ഒരു 4 റൗണ്ട് നടക്കണം എന്ന് തോന്നിയാൽ അത് പ്രോട്ടോകോൾ അനുസരിച്ച് പറ്റില്ല. അദ്ദേഹത്തിന് തിരുവനന്തപുരത്ത് മ്യൂസിയത്തിൽ വന്ന് അല്പനേരം ഇരിക്കണം, അവിടെ നടക്കണമെന്ന് തോന്നിയാൽ അത് പ്രോട്ടോകോൾ ഓഫീസറെ അതിൻ്റെ വഴിയാമണ്ണം അറിയിച്ച് അവരതിന് സൗകര്യമൊരുക്കി ഒക്കെ വേണം പ്രധാനമന്ത്രി അവിടെ വരാൻ. അല്ലാതെ പ്രധാനമന്ത്രിക്ക് അങ്ങനെ, നമുക്കറിയാം പുറ്റിങ്ങൽ ദുരന്തമുണ്ടായപ്പോൾ പ്രധാനമന്ത്രി ഇമീഡിയറ്റ് ഇവിടെ സന്ദർശിക്കാൻ തീരുമാനിച്ചു. അന്ന് നമ്മുടെ DGP ആയിരുന്ന TP സെൻകുമാർ വലിയ പ്രതിഷേധം ഉയർത്തിയതിൽ. അദ്ദേഹം പ്രതിഷേധം ഉയർത്തുന്നത് പ്രധാനമന്ത്രിയേക്കാൾ വലിയ ആളായതുകൊണ്ടല്ല, അതിൻ്റെ സുരക്ഷാ വിഷയങ്ങൾ, സുരക്ഷാ മാനദണ്ഡങ്ങൾ മുൻനിർത്തിയാണ്. ഇത്രയും പേര് ആശുപത്രി കിടക്കുന്നു, വളരെ പെട്ടെന്ന് നരേന്ദ്രമോദിയെ പോലെ ഒരാളിന് സുരക്ഷ ഒരുക്കണമെന്ന് പറഞ്ഞാൽ അത് വലിയ പ്രയാസമുള്ള കാര്യമാണ്. തെളിവുകൾ നശിപ്പിക്കപ്പെടും. അതെ അതെ അതെ. അപ്പോൾ ഇതെല്ലാം വെച്ചുകൊണ്ടാണ്, അല്ലാതെ അത് DGP പ്രധാനമന്ത്രിയേക്കാൾ വലുതായത് കൊണ്ടല്ല. അപ്പോൾ ഇതിന് ഒരു പേരുണ്ട്, പ്രധാനമന്ത്രിക്കൊക്കെ സുരക്ഷ കൊടുക്കുന്ന SPG പ്രോട്ടോക്കോൾ എന്നാണ് അതിന് പറയുന്നത്. ഈ SPG പ്രോട്ടോക്കോള്, അതിൻ്റെ ആക്ട് 1988 SPG പ്രോട്ടോക്കോൾ ആക്ട് വരുന്നത്. അത് പ്രകാരം പ്രധാനമന്ത്രിയുടെ വസതി, പ്രസിഡൻറ്റിൻ്റെ വസതിയൊക്കെ അതീവ സുരക്ഷാ മേഖലയാണ്. ആ മേഖലയിൽ നമ്മൾ ഇങ്ങനെ അനുവാദം കൂടാതെ നമ്മൾ കടന്നു കയറുക എന്ന് പറഞ്ഞാൽ ഗുരുതരമായ കുറ്റമാണ്. അത് ആര് ചെയ്താലും പ്രോസിക്യൂട്ട് ചെയ്യാം, ആര് ചെയ്താലും. എന്ന് വെച്ചാൽ ഇപ്പോൾ പ്രധാനമന്ത്രിയെ കാണാൻ രാഷ്ട്രപതി വരുന്നു, കുഴപ്പമില്ല. രാഷ്ട്രപതിയെ കാണാൻ പ്രധാനമന്ത്രി ചെല്ലുന്നു, ഇതെല്ലാം എന്തായാലും പ്രധാനമന്ത്രി വെറുതെ അങ്ങ് എനിക്കിന്ന് രാവിലെ ദ്രൗപദി മുർമുവിനെ കാണണം അല്ലെങ്കിൽ ഉച്ചയ്ക്ക് കാണണം എന്ന് പറഞ്ഞാൽ അങ്ങ് പോവുമല്ലോ. അത് ഓട്ടോ പിടിച്ചല്ലല്ലോ പോകുന്നത്. അതിനൊക്കെ സംവിധാനങ്ങളുണ്ട്, ആ സംവിധാനം വഴിയേ പോവുള്ളൂ അല്ലേ? അത് 100% അതെ, 100% ഉറപ്പാണ്. അപ്പോൾ അതിനെ ആ SPG സുരക്ഷാ പ്രോട്ടോക്കോള് അറിഞ്ഞുകൊണ്ട് ലംഘിക്കുന്നത് നിയമവിധേയമാണോ നിയമവിരുദ്ധമാണോ? അത് നിയമലംഘനമല്ലേ? അപ്പോൾ അത് മുഖ്യമന്ത്രി ചെയ്താലും ആര് ചെയ്താലും. ഇനി മറ്റൊരു വിഷയം കൂടെ ഉണ്ട്. നമ്മുടെ രാജ്യത്ത് കുറ്റം ചെയ്താൽ ഈ 2 പേർക്കാണ് പ്രൊട്ടക്ഷൻ കിട്ടുന്നത്. ഒന്ന്, നമ്മുടെ ഈ ക്രിമിനൽ നടപടി ക്രമങ്ങളിൽ നിന്ന് അതിൻ്റെ മുകളിൽ നിൽക്കുന്ന 2 പേരേ ഉള്ളൂ, 2 വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരേ ഉള്ളൂ. ഒന്ന് നമുക്കറിയാം, 12 വയസ്സിന് താഴെയുള്ള കുട്ടികൾ ഇത് ചെയ്താൽ അവരെ നമുക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല അല്ലേ? പിന്നെ മനോരോഗികൾ. അത് ഇനി 2 കൂട്ടർ കൂടെ ഉണ്ട്, പ്രസിഡൻറ്റ്, ഗവർണർമാർ. ഇവരെ നമുക്കങ്ങനെ പ്രോസിക്യൂട്ട് ചെയ്യാൻ പറ്റത്തില്ല. പ്രസിഡൻറ്റിനെ നമ്മൾ ഇംപീച്ച് ചെയ്ത് പാർലമെൻറ്റ് പുറത്താക്കണം, ഗവർണറെ രാഷ്ട്രപതി പുറത്താക്കണം. എങ്കിലൊക്കെ ഗവർണറെ ഇവിടെ കേരള സർക്കാർ ഇവിടെ കിടന്ന് ആരിഫ് മുഹമ്മദ് ഖാനെതിരെ തിരുവാതിര കളിച്ചല്ലോ. എന്തായി? എന്തെങ്കിലും അദ്ദേഹത്തിൻ്റെ ഒരു രോമത്തിൽ തൊടാൻ സ്പർശിക്കാൻ സാധിച്ചോ? ഗവർണറുടെ അധികാരം വെട്ടിക്കുറയ്ക്കാനൊക്കെ വേണ്ടിയിട്ട് അദ്ദേഹം എന്താ പറയുക, പുല്ല് പോലെ അവഗണിച്ച് കളഞ്ഞു ഈ ഭീഷണിയൊക്കെ. നാണം കെട്ടതാരാ? അപ്പോൾ ഇതൊന്നും അറിഞ്ഞൂടാത്തവരാണോ കോൺഗ്രസ്സുകാർ? ഈ സത്യത്തിൽ രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവായിരിക്കുന്ന അദ്ദേഹത്തെ നമ്മൾ എന്താണ് വിശേഷിപ്പിക്കേണ്ടത്? ഈ മറ്റേ സ്വപ്ന പറഞ്ഞതുപോലെ മരപ്പൊട്ടൻ. പക്ഷെ വിളിക്കുമ്പോൾ ചെന്നല്ലേ പറ്റൂ. അപ്പോൾ അതാണ് ഈ വിളിക്കുമ്പോൾ ചെല്ലുന്നത് ഇവർക്ക് എത്രത്തോളം കുരിശാകും എന്നുള്ളതാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത്. ഇത് സ്വാഭാവികമായിട്ടും ഇപ്പോൾ നാളെ ഇതൊരു നിയമവ്യവഹാരത്തിലേക്ക് പോയി, പരാതി കൊടുത്തു. ഇത് തന്നെ സത്യത്തിൽ കേരളത്തിലെ BJPക്കാർക്ക് ഗവർണർക്ക് പരാതി കൊടുക്കുക. ഈ വിഷയത്തിൽ ഗവർണറോട് അവർക്ക് പരാതിപ്പെടാം. എന്തുകൊണ്ട് കേരളത്തിലെ BJP അത് ചെയ്യുന്നില്ല എന്നാണ് എനിക്ക് മനസ്സിലാകാത്തത്. അതായത് ക്രമസമാധാനം, ഒരു സംസ്ഥാനത്തിൻ്റെ ക്രമസമാധാന ചുമതല ആർക്കാണ് വാസ്തവത്തിൽ?
മുഖ്യമന്ത്രിക്കല്ലേ? ആഭ്യന്തരമന്ത്രിയൊക്കെ ഉണ്ട്. ആഭ്യന്തരമന്ത്രി ഗവർണർക്ക് വേണ്ടി മുഖ്യമന്ത്രിയാണ് സ്റ്റേറ്റ് ഭരിക്കുന്നത്. ആ മുഖ്യമന്ത്രിയുടെ സഹായികളാണ് മന്ത്രിസഭയിലെ മറ്റംഗങ്ങൾ. തീർച്ചയായിട്ടും എല്ലാ വകുപ്പുകളും സത്യത്തിൽ മുഖ്യമന്ത്രിയുടെ കയ്യിലാണ് മുഴുവനും ഇരിക്കുന്നത്. ഭരണത്തിൻ്റെ കടിഞ്ഞാണിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ കയ്യിലാണ്. അപ്പോൾ ക്രമസമാധാന പാലനവും അദ്ദേഹത്തിൻ്റെ കീഴിൽ തന്നെയല്ലേ, അദ്ദേഹത്തിൻ്റെ കയ്യിൽ തന്നെയല്ലേ? ആ ക്രമസമാധാന പാലനം ഇന്ത്യ മഹാരാജ്യത്ത് എവിടെയും ഉറപ്പുവരുത്തേണ്ട ഒരാൾ രാജ്യ തലസ്ഥാനത്ത് തന്നെ ചെന്ന് അത് ലംഘിച്ചാൽ എന്താണ് അതിൻ്റെ അർത്ഥം? ഈ SPG പ്രോട്ടോക്കോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്രധാനമന്ത്രിയുടെയും പ്രസിഡൻറ്റിൻ്റെയൊക്കെ വസതിക്ക് സമീപം നിരോധനാജ്ഞ എന്നതുപോലെയാണ്. 1988 നിയമമാണത്. അപ്പോൾ ആ നിരോധനാജ്ഞ, നമ്മളിപ്പോൾ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു ഇപ്പോൾ ഉദാഹരണത്തിന് തിരുവനന്തപുരം ജില്ലയിലെ ഇന്ന താലൂക്കിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ആ താലൂക്കിൽ പുറത്തുനിന്ന് ആരും അങ്ങനെ പോവില്ല. എന്തെങ്കിലും ആവശ്യത്തിന് പോയാലും ഒറ്റയ്ക്ക് പോകും. 4 പേരിൽ കൂടുതൽ കൂട്ടം കൂടുന്നതാണല്ലോ നിരോധിച്ചിരിക്കുന്നത്. അപ്പോൾ അല്ല, ഇവിടുന്ന് ഒരു 10-15 പേരെയും കൂട്ടി പോകുമോ? ആരും പോവില്ല. പോയാൽ അവർ നിയമ നടപടി സ്വീകരിക്കും. തഹസീൽദാരുടെ ആജ്ഞാനുസരണം പോലീസ് നിയമ നടപടി സ്വീകരിക്കും. അപ്പോൾ അതുകൊണ്ട് ഈ നിരോധനാജ്ഞ പോലെ ഒരു സാഹചര്യം നിലനിൽക്കുന്ന ഒരു സ്ഥലത്ത് ഇത്തരത്തിൽ പോയി സമരം ചെയ്യുന്നത് തീർച്ചയായിട്ടും ഭരണഘടന അതിൻ്റെ വകുപ്പുകൾ ഒക്കെ ലംഘിച്ചിരിക്കുകയാണ്. പക്ഷേ കേസ് വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഈ പ്രക്ഷോഭം നടത്തിയ വിദ്യാർത്ഥികൾക്കെതിരെ കേസൊന്നും എടുക്കില്ലെന്ന് ഇപ്പോൾ സർക്കാർ വാങ്ചുക്കിന് ഉറപ്പ് കൊടുത്തിട്ടുണ്ട്. അല്ല, വാങ്ചുക്കിന് ഉറപ്പ് കൊടുത്തത് ഈ അക്രമ സമരത്തിനെ കുറിച്ചല്ല. അല്ലാതെ അവിടെ സമാധാനപരമായിട്ട് സമരം ചെയ്ത ആൾക്കാർക്കെതിരെ പോലീസ് കേസ് എടുക്കില്ല. അത് ഓക്കെ. ജൂലൈ 19 വരെ കേസില്ല. അതിനുശേഷം നടന്ന സമരത്തിലും അക്രമം കാണിച്ചവരെ തെരഞ്ഞു പിടിച്ച് കേസെടുക്കും. അക്രമം കാണിക്കാത്തവർക്കെതിരെ ഒരു കേസും ഉണ്ടാവില്ല. എന്താ അവർ ചെയ്ത കുറ്റം? ഒരു സമരം ചെയ്തു, അത്രയല്ലേ ഉള്ളൂ. അതുകൊണ്ടാണ് ഈ തള്ളിമറിച്ചിട്ട കത്തിച്ച കാറിലൊക്കെ ഫിംഗർ എല്ലാത്തിൻ്റെയും തെളിവുകൾ പോലീസ് ശേഖരിക്കുന്നത്. അതുകൊണ്ടാണ്. അത് പോലീസിൻ്റെ രീതിയാണ്. പോലീസ് നമ്മുടെ നാട്ടിലൊരു നിയമലംഘനം, പോലീസിൻ്റെ ആവശ്യം വരുന്നത് അപ്പോഴാണല്ലോ. ക്രമസമാധാനം പാലിക്കാനും നിയമലംഘനം ഉണ്ടായാൽ അതിൻ്റെ എതിരെ നടപടികൾ സ്വീകരിക്കാനും നിയമവാഴ്ച ഉറപ്പുവരുത്താനും ഒക്കെയാണല്ലോ പോലീസ്. അപ്പോൾ പോലീസ് വളരെ കൃത്യമായിട്ട് ഈ അക്രമം കാണിച്ചവർക്ക് എല്ലാം ഇതിനകത്ത് പൂട്ടും എന്നുള്ള കാര്യം തീർച്ചയാണ്. അത് സോനം വാങ്ചുക്കിന് ഉറപ്പ് കൊടുത്തിട്ടില്ല. എന്ന് വെച്ചാൽ എന്ത് അക്രമവും കാണിക്കുന്ന ഒരു പോലീസുകാരിയുടെ ഗർഭം എറിഞ്ഞ് കലക്കിയവൻ, അതുപോലെ പോലീസിനെ മാരകമായിട്ട് ആക്രമിക്കുന്ന, കണ്ണിൽ കുരുമുളക് സ്പ്രേ അടിക്കുന്നവൻ, ഇവരെയൊക്കെ പോലീസ് ഉമ്മ കൊടുക്കണമെന്ന് പറഞ്ഞാൽ അത് കുറച്ച് കടന്ന കൈയാണ്. അത് പോലീസ് വിട്ടുവീഴ്ച ചെയ്യില്ല. അതുപോലെ ഈ BNS അത് 163 BNS പ്രകാരം അൺലോഫുൾ അസംബ്ലി, ഒബ്സ്ട്രക്ഷൻ ഓഫ് പബ്ലിക് സർവൻറ്റ് തുടങ്ങിയ വകുപ്പുകളിട്ട് കേസെടുക്കാം. അങ്ങനെ ഒരു സാധനമുണ്ട്. മറ്റേ വളരെ പ്രധാനപ്പെട്ട ഒരു SPG പ്രോട്ടോക്കോൾ ആക്ട് ലംഘിച്ചു എന്നുള്ളത് വേറൊരു വകുപ്പ്. അല്ലാതെ ഈ ഒരു പൊതുനിരത്തിൽ നമ്മൾ സമരം ചെയ്യുമ്പോൾ സാധാരണ സ്വീകരിക്കുന്ന ഇതുണ്ടല്ലോ, പോലീസ് കേസെടുക്കും, പിന്നെ അത് കുറേ നാൾ കഴിയുമ്പോൾ എഴുതിത്തള്ളും. അത്തരം സംഭവങ്ങളും ഇവിടെ എടുക്കാം. ഇനി ഇത് സുപ്രീം കോടതി നിർദ്ദേശത്തിൻ്റെ ലംഘനമാണ്. സുപ്രീം കോടതി വളരെ വ്യക്തമായിട്ട് രാജ്യത്തെ പൗരന്മാർക്ക് മുഴുവനും ഒരു വിധിയിലൂടെ കൊടുത്തിരിക്കുന്ന നിർദ്ദേശമുണ്ട്. അത് ഡൽഹിയിൽ വെറുതെ വന്നങ്ങനെ സമരം ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങൾ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിൻ്റെ മുമ്പിൽ കിടന്ന് കാണിക്കുന്ന കോപ്രായം ഡൽഹിയിൽ വന്ന് പാർലമെന്റിന് മുമ്പിൽ, അതാണ് ജന്തർ മന്ദറിൽ പ്രത്യേക സ്ഥലം കൊടുത്തിരിക്കുന്നു. ഡൽഹി പോലീസിൻ്റെ മുൻകൂർ അനുമതി വാങ്ങണം. രാവിലെ 9 മണി തൊട്ട് വൈകിട്ട് 5 മണി വരെയോ 6 മണി വരെയോ സമരം ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇങ്ങനെയൊക്കെയുള്ള നിർദ്ദേശങ്ങളുണ്ട്. ആ നിർദ്ദേശങ്ങൾ തെറ്റിച്ചു എന്നുള്ളതാണ്. അപ്പോൾ സുപ്രീം കോടതി വിധിയുടെ ലംഘനമാണ്. അതിന് വേറൊരു വകുപ്പുണ്ട്. ഇനി അവിടെയും കഴിഞ്ഞില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സത്യപ്രതിജ്ഞാ ലംഘനം നടന്നിരിക്കുന്നതുകൊണ്ട് ഇത് ഗവർണർക്ക് റിപ്പോർട്ട് ചെയ്യാം. ഗവർണർ അത് രാഷ്ട്രപതിക്ക് റിപ്പോർട്ട് ചെയ്യാം. അവിടുന്ന് രാഷ്ട്രപതി ഒന്നുകിൽ നിങ്ങൾ ഈ മുഖ്യമന്ത്രിയെ മാറ്റണം, അല്ലെങ്കിൽ സർക്കാരിനെ പിരിച്ചുവിടും എന്ന് പറഞ്ഞിട്ട് ഇതിനകത്ത് ആക്ട് ചെയ്യാം. അത്രയൊക്കെ ഗൗരവത്തിൽ അവർ പോകും എന്ന് ഞാൻ കരുതുന്നില്ല. കേന്ദ്ര സർക്കാർ വകുപ്പുണ്ട്. ഞാൻ പറയുന്നത് ഇതിൻ്റെ നിയമവശങ്ങളാണ്. ഇത് നമ്മുടെ ഫേസ്ബുക്കിലൊക്കെ ഇപ്പം ഇതിനെക്കുറിച്ച് വലിയ ചർച്ചകൾ നടക്കുന്നുണ്ട്. സോഷ്യൽ മീഡിയയിൽ ഒരുപാട് പേര് എഴുതുന്നുണ്ട് ഇതിനെ സംബന്ധിച്ച്. ഇനി ഇതൊക്കെയാണ്. അപ്പോൾ നമുക്ക് പറയാവുന്ന മുഖ്യമന്ത്രിക്കെതിരെ BNSS 163, പഴയ CRPC 144, പിന്നെ അതുപോലെ BNS 189,
നിയമവിരുദ്ധമായ സംഘം ചേരൽ ഞാൻ നേരത്തെ പറഞ്ഞു. BNS 221 ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തൽ, BNS 285 റോഡ് തടസ്സപ്പെടുത്തൽ, ഈ വകുപ്പുകളെല്ലാം ചുമത്താം. ഇത് ഇപ്പം ഞാൻ മറ്റൊരു സംഗതി ചോദിക്കട്ടെ. നമ്മുടെ മുഖ്യമന്ത്രി പോയി അവിടെ പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുന്നിൽ ഇതുപോലെ സമരം ചെയ്തു. അപ്പം നാളെ മേയർ VV രാജേഷിന് വന്നിട്ട് ക്ലിഫ് ഹൗസിൻ്റെ ഫ്രണ്ടിൽ വന്ന് അവിടെ കിടന്ന് വേണ്ട ബഹളം കാണിക്കാം, അത് അനുവദിക്കുമോ? അത് മേയറാണ്. അതുകൊണ്ട് മേയറെ ക്ലിഫ് ഹൗസിന് മുന്നിൽ അഴിഞ്ഞാടാൻ, ക്ലിഫ് ഹൗസിലേക്ക് കടന്നു കയറി അഴിഞ്ഞാടാൻ അനുവദിക്കണം എന്ന് പറഞ്ഞാൽ അത് രാജ്യത്തെ നിയമവ്യവസ്ഥ അംഗീകരിക്കുമോ? അത് ചെയ്യാൻ പാടുണ്ടോ? അവിടെ മേയറാണെങ്കിലും ആരാണെങ്കിലും ശരി, മുഖ്യമന്ത്രിയുടെ വസതിയിലേക്ക് വരുമ്പോൾ പാലിക്കേണ്ട മര്യാദകളൊക്കെ പാലിക്കണം, അല്ലെങ്കിൽ പിടിച്ച് അകത്തിടണം. അതാണ് വേണ്ടത്. അപ്പോൾ ഇതൊരു അതായത് ഈ രാജ്യത്ത് നിയമവാഴ്ചയില്ല, ആർക്കും എന്ത് തോന്നിയ ദിവസവും ചെയ്യാം. അതിലേക്ക് പോകാൻ പാടില്ലല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും DK ശിവകുമാർ എന്ന കർണാടക മുഖ്യമന്ത്രിക്കും VD സതീശൻ എന്ന കേരള മുഖ്യമന്ത്രിക്കും ഒക്കെ നിയമം ബാധകമാണ്. അവരിതിന് ഉത്തരം പറയേണ്ടതാണ്, ധാർമ്മികമായി ഉത്തരം പറയേണ്ടതാണ്. പക്ഷേ കേന്ദ്ര സർക്കാർ അത്രയൊക്കെ പോകുമോ ഇവരോട്? കാരണം ഇതൊക്കെ രാഷ്ട്രീയമാണ്. പിന്നെ ഒരു വലിയൊരു പ്രക്ഷോഭം അടിച്ചമർത്താനുള്ള ഏതൊക്കെ വഴിയിൽ അതിനെ സമാധാന പ്രക്രിയയിലേക്ക് കൊണ്ടുവരാമെന്ന് കേന്ദ്ര സർക്കാർ അത്രയും അവിടെ നിൽക്കട്ടെ. ഇനി രാജേഷ് ചോദിച്ച ചോദ്യത്തിലേക്ക് വരാം. ഇത് UAPA ചുമത്തുമോ എന്നൊരു ചർച്ച കൂടെ ഇപ്പം നടക്കുന്നുണ്ട്. വേണമെങ്കിൽ ചുമത്താം. കാരണം SPG പ്രോട്ടോകോൾ ആക്ട് തെറ്റിച്ച് പ്രധാനമന്ത്രിയുടെ വസതിയിലേക്ക് കടന്നു കയറാൻ ശ്രമിച്ചത് ഒരു രാജ്യദ്രോഹ കുറ്റമാകുന്ന തരത്തിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ, അതായത് ഇവർ വേറെ ചില രാജ്യത്തിന് പുറത്തുനിന്ന് ചില നിർദ്ദേശങ്ങളൊക്കെ കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിലാണോ, ഒരു ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണോ ഇങ്ങനെ ചെയ്തത് എന്നൊക്കെ പോലീസ് അന്വേഷിക്കുമ്പോൾ അതിലുള്ള എന്തെങ്കിലും തെളിവ് കിട്ടിയാൽ പോലീസിന് വേണമെങ്കിൽ UAPA ചുമത്താം. പക്ഷെ അത്ര കണ്ടുപോയി 25 MP മാരുണ്ട്. രാഹുൽ ഗാന്ധി അല്ല, അത് 25 MP മാരല്ല, 250 MP മാരുണ്ടെങ്കിലും ശരി, നിയമമാണ്. നിയമം പാലിക്കാൻ നമ്മളെല്ലാവരും ബാധ്യസ്ഥരാണ്. പിന്നെ അതിന് മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രിയും ഒന്നുമില്ല. നിയമത്തിൻ്റെ മുന്നിൽ നമ്മളെല്ലാവരും തുല്യരാണ്. അവിടെ നമുക്ക് എക്സ്ക്യൂസ് ഒന്നുമില്ല. അതുകൊണ്ട് അതങ്ങനെ നിൽക്കുന്നു. അപ്പോൾ അതുകൊണ്ട് നാളെ ഇതിൽ UAPA ചുമത്തുമെന്നല്ല, ഇതിനൊക്കെയുള്ള സാധ്യത ഇതിനകത്തുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ മറ്റൊരു കാര്യം രാജേഷ് ചോദിച്ചത് ഇതിൻ്റെ രാഷ്ട്രീയം എന്താവും എന്നുള്ളതാണ്. ഒന്ന് ആലോചിച്ച് നോക്കും. നമുക്ക് ആ ചിത്രം കണ്ടാൽ, വീഡിയോ കണ്ടാൽ തന്നെ മനസ്സിലാവും. അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, കോൺഗ്രസ് ഹിമന്ത ബിശ്വ ശർമ്മമാരെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. പൊയ്ക്കൊള്ളൂ BJPയുടെ കൂടാരത്തിലേക്ക് പൊയ്ക്കൊള്ളൂ എന്ന് പറഞ്ഞിങ്ങനെ തള്ളി വിടുകയാണ് ഈ മരമണ്ടൻ ഗാന്ധിയും പെങ്ങളും ഒക്കെ കൂടെ ചേർന്ന്. സത്യത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്ന എന്താണ്? രാജ്യത്തൊരു സുശക്തമായ പ്രതിപക്ഷം ഉണ്ടാകണമെന്നാണ്, അല്ലേ? നരേന്ദ്രമോദി അല്ല, ഇനി ആരവിടെ ഭരിക്കാനിരുന്നാലും ഭരണകർത്താക്കൾക്ക് എന്ത് തോന്നിയാസവും കാണിക്കാം, ഈ രാജ്യത്ത് കാണിക്കാം എന്നില്ല. അത് പാടില്ല. അതിനെ ചോദ്യം ചെയ്യാൻ അതിശക്തമായൊരു പ്രതിപക്ഷം നമ്മുടെ രാജ്യത്തുണ്ടാകണം. ആ പ്രതിപക്ഷത്തിൻ്റെ കടമ നിർവഹിക്കേണ്ടവരാണ് ഇങ്ങനത്തെ വേട്ടാവളിയൻ പരിപാടികൾ കാണിക്കുന്നത്. ഇനി 4ാം തവണയെങ്കിലും ഒന്ന് അധികാരത്തിൽ കയറണമെന്ന് ഒരല്പം തരിയെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ അവർ. അല്ല രാജേഷ്, ഞാനൊരു കാര്യം പറയാം. ഇപ്പോൾ എനിക്ക് എന്താ ചുമതല? എന്നെ ഇപ്പോൾ ജനങ്ങൾ പ്രതിപക്ഷ നേതാവായിട്ട് തിരഞ്ഞെടുത്തിരിക്കുകയാണ്. കഴിഞ്ഞ തവണ അതുപോലും അല്ലായിരുന്നു, അതിൻ്റെ മുമ്പിലത്തെ തവണയും അതില്ലായിരുന്നു. ഇപ്പോൾ എനിക്ക് പ്രതിപക്ഷ നേതൃ പദവി തന്നു. ഞാൻ അവിടുന്ന് വളരേണ്ടത് എൻ്റെ ചുമതലയാണ്. ആ വളരണമെങ്കിൽ ഞാൻ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യണം. ആ പ്രതിപക്ഷ നേതാവിൻ്റെ ധർമ്മമെങ്കിലും ഒന്ന് ശരിയായിട്ട് നിർവഹിക്കൂ. നിങ്ങൾക്ക് എന്തുകൊണ്ട് ഈ വിദ്യാർത്ഥി സമരം ഇന്നിങ്ങനെ എത്തുന്നതിന് കാരണക്കാരൻ ആരാ? ഇവിടുത്തെ പ്രതിപക്ഷമാണ്. അവർ ഈ വിഷയം വളരെ ശക്തമായി ഉന്നയിച്ച് രംഗത്ത് വന്ന് സമരമൊക്കെ ചെയ്തിരുന്നെങ്കിൽ ഇന്ന് ആ സ്പേസിലേക്ക് ഇവർ കയറുമോ? ഈ കോക്രോച്ച് പാർട്ടി കയറുമോ? തീർച്ചയായും. എന്തായാലും ഈ ഒരു സമരം എങ്ങനെ ഒത്തുതീർപ്പാക്കാം എന്ന് കേന്ദ്ര സർക്കാർ കിണഞ്ഞ് ചർച്ചകളിലൂടെ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇത്തരത്തിലുള്ള ചില നൂലാമാലകളും സർക്കാരിന് മുന്നിലേക്ക് വരികയാണ്. അതിൻ്റെ കൂടെ ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞു നിർത്താം. ആ വീഡിയോ നമുക്ക് കണ്ടാൽ മനസ്സിലാവും VD സതീശനും DK ശിവകുമാറും ഒക്കെ എത്ര അസംതൃപ്തിയോടുകൂടിയാണ് ആ സമരത്തിൽ പങ്കെടുത്തത്, എത്ര നിരാശരായിട്ടാണ് ആ സമരത്തിൽ പങ്കെടുത്തത്. VD സതീശൻ്റെ മുഖം ഇങ്ങനെ വളരെ ഇരുണ്ട് കാറും കോളും നിറഞ്ഞ ഇരിക്കുന്നത്. മാധ്യമങ്ങളിൽ വന്നത് ഒരു രാഹുൽ പ്രിയങ്ക പ്ലാനായിരുന്നു. അതായത്
ഈ മല്ലികാർജുന ഖാർഗെയുടെ വീട്ടിലേക്ക് വിരുന്നിന് വിളിക്കുന്നു, എല്ലാവരും അവിടെ ചെല്ലുന്നു, അവിടുന്ന് ബാ നമുക്കിപ്പം വരാം എന്നും പറഞ്ഞ് എല്ലാറ്റിനും ഞാനൊരു കാഴ്ച കാണിച്ചു തരാം. ഈ വിവരം ചോരരുത്, ചോർന്നാൽ സുരക്ഷാ സേന മണ്ടത്തരമാണ്. അതിനേക്കാളും നല്ലത് പ്രതിപക്ഷം ലോക്സഭയിൽ രാജ്യസഭയിൽ ഒക്കെ ആഞ്ഞടിക്കാം ഈ വിഷയത്തിൽ. അവർക്ക് ഭരണപക്ഷത്തെ മുൾമുനയിൽ നിർത്താം. അതെ, അതായത് ഈ ഭരണപക്ഷത്തെ ഞെട്ടിക്കാൻ പോയി സ്വയം കുഴിയിൽ വീണു. പക്ഷെ ഇതുവരെ ആരും ചെയ്തിട്ടില്ല ഈ പദ്ധതി അല്ലേ? എന്തായാലും അല്ല, അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ സത്യത്തിൽ ബി ജെ പിയുടെ രാഷ്ട്രീയ സ്ട്രാറ്റജിയെക്കുറിച്ച്, പൊളിറ്റിക്കൽ സ്ട്രാറ്റജിയെക്കുറിച്ച്, രാഷ്ട്രീയ തന്ത്രങ്ങളെക്കുറിച്ചൊന്നും ഞാൻ ഉപദേശിക്കാൻ ആളല്ല. പക്ഷെ ഒരു ഇന്ത്യൻ പൗരൻ എന്നുള്ള നിലയിൽ, ഒരു മാധ്യമ പ്രവർത്തകൻ എന്നുള്ള നിലയിൽ ഞാൻ എൻ്റെ അഭിപ്രായം പറയുന്നതാണ്. ഇതൊക്കെ ബി ജെ പി കൃത്യമായി രാഷ്ട്രീയ ടൂൾ കിറ്റുകളായിട്ട് ഉപയോഗിക്കണം, ഈ ആയുധമാക്കണം ഇതിനെ. അത് ബി ജെ പി ചെയ്യുന്നില്ല. അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ കോൺഗ്രസ് കൂടുതൽ സമ്മർദ്ദത്തിലായതിനെ. എല്ലാവർക്കും രാഷ്ട്രീയം കളിക്കാമല്ലോ. കോൺഗ്രസ് കളിക്കുമ്പോൾ ഇപ്പുറത്ത് ബി ജെ പിക്കും കളിക്കാം. അല്ലാതെ ഈ എതിർ പാർട്ടിയിലെ എം പിമാരെ ചാടിച്ചുകൊണ്ട് വന്ന് രാഷ്ട്രീയം കളിക്കുന്നത് അതിനേക്കാൾ കുറേ കൂടെ മാന്യമായ രാഷ്ട്രീയമാണിത് എന്ന് ഞാൻ പറയും. എന്തായാലും ഇരിക്കട്ടെ, നമുക്ക് സംഗതി ഇത്രത്തോളം ഗുരുതരമാണ്. ഇതിനകത്ത് വകുപ്പുകളുണ്ട്, വേണമെങ്കിൽ ഇതൊക്കെ എടുത്ത് പ്രയോഗിക്കാം. കേന്ദ്രം എങ്ങനെ ട്രീറ്റ് ചെയ്യും, അതെ, അതൊക്കെ കണ്ടു തന്നെ അറിയണം.